ഇന്നത്തെ ടോപ്പിക് ഡിസ്കിനെ പറ്റിയാണ്. എനിക്ക് ഒരു കോമൺ ആയിട്ട് കിട്ടുന്നൊരു പേഷ്യൻസാണത്. ഡോക്ടറെ എൻ്റെ ഡിസ്ക് തെറ്റി, എനിക്ക് ഡിസ്കിൽ വേദനയുണ്ട്. ഡിസ്ക് കാരണം പെയിൻ വരാണെങ്കിൽ ഫസ്റ്റ് അത് ഞാൻ ബാക്ക് പെയിൻ്റെ കാര്യം പറയണം, കഴുത്തിൻ്റെ അല്ല. കാലിലേക്ക് പെയിൻ വരും, ഒരു എരിച്ചിൽ അല്ലെങ്കിൽ പോച്ചിൽ പോലെയാവും. കാലിൽ ബലക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ തെരിപ്പുണ്ടാവും കാലിൽ. ഈ 4 കാര്യങ്ങളാണ് ഡിസ്കിൻ്റെ ഒരു സിംറ്റംസ്. ബാക്ക് പെയിൻ മാത്രമായിട്ട് വന്നാൽ അത് എല്ലിൻ്റെ പ്രോബ്ലം ആണെന്ന് നമ്മൾ സാധാരണ പറയാം. എല്ല് അല്ലെങ്കിൽ എല്ലിൻ്റെ ഇടയിൽ ലിഗ്മെൻസിൻ്റെ പ്രോബ്ലം ആണ് സാധാരണ പറയാം. സോ ബാക്ക് പെയിൻ മാത്രമായിട്ട് വരാം. ബാക്ക് പെയിനും ലെഗ് പെയിനും ഒരുമിച്ച് വരാം. മൂന്നാമത്തെ ഒരു സംഭവമുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട് പക്ഷെ അധികമില്ല, മെയിനായിട്ട് ലെഗ് പെയിനാണ്. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ MRI മാത്രം നോക്കിയിട്ടല്ല, നമ്മൾ പരിശോധിച്ചിട്ടാണ്, ഞാൻ എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് തീരുമാനം വരാം. ഞാൻ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിനെ ഞാൻ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യണില്ല, അത് വേറെ വീഡിയോ ഞാൻ ഉണ്ടാക്കാം. സോ നമ്മൾ ഇതാ ശ്രദ്ധിക്കേണ്ടത്, ബാക്ക് പെയിൻ മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലും എല്ലിൻ്റെ ചുറ്റുമുള്ള ലിഗമെൻസിൻ്റെ പ്രോബ്ലമാണ്. ബാക്ക് പെയിൻ വിത്ത് ലെഗ് പെയിൻ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എല്ലും ഡിസ്കും പ്രോബ്ലം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ബാക്ക് പെയിൻ ഉണ്ട് പക്ഷെ അധികമില്ല, മെയിൻലി ലെഗ് പെയിൻ ആണെങ്കിൽ അതിനർത്ഥം ഡിസ്കിൻ്റെ പ്രശ്നമാണെന്നാണ്. താങ്ക് യു.